കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണു ബിന്ദു മരിച്ചു. ബിന്ദുവിന് 2 മക്കളാണ്, ഒരു മകനും ഒരു മകളും. മകളുടെ ചികിത്സയ്ക്കായി ന്യൂറോളജിയെ കാണിക്കാനായിട്ട് വന്നു. അതിന് സർജറി ഉണ്ടായിരുന്നു. 2 ആഴ്ച അഡ്മിറ്റ് ആകുവാനായിട്ട് പറഞ്ഞായിരുന്നു. അതിൻ്റെ പേരിൽ ബിന്ദു മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരികയും ചെയ്തു. ബിന്ദു ഉണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു, മകൾ അവിടെ അഡ്മിറ്റായി. 2 ആഴ്ചയ്ക്ക് മുമ്പ് മകൾ അഡ്മിറ്റായി. സർജറി നടക്കാനിരിക്കവേ എല്ലാ ടെസ്റ്റുകളും നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിന്ദു ഓടി നടന്ന് ടെസ്റ്റുകളെല്ലാം നടത്തുന്നു, ഭർത്താവും 2 പേരും കൂടി. അതിനുശേഷം ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് അടയ്ക്കാനായിട്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഓടി നടക്കുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഒരു കാര്യം ഒന്ന് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറഞ്ഞു. ബിന്ദുവിൻ്റെ ഭർത്താവ് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ മകൾ അപ്പോഴും അവിടെ വാർഡിൽ കിടക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് വാർഡ്. പായും എല്ലാം കിടക്കുന്നു, ബെഡുണ്ട് മോക്ക് കിടക്കുക. അതുപോലെ ഒരുപാട് പേര് അവിടെ, കുറച്ച് പേര് ആ കെട്ടിടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് ടോയ്ലറ്റ് ആ ഭാഗത്തുണ്ടായിരുന്നു. കെട്ടിടത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇടിഞ്ഞു വീണത്. പഴകിയ കെട്ടിടമായിരുന്നു. ആ ഭാഗം ഇടിഞ്ഞു വീഴുകയും ഇതിനിടയിൽ വെച്ച് ബിന്ദുവിൻ്റെ ഭർത്താവ് ബ്ലഡ് ബാങ്കിൽ പോയപ്പോൾ പറഞ്ഞു, അവിടെ നില്ല്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ആ നേരത്തിന് ബിന്ദു മുഖം കഴുകാനോ എന്തിനോ പോയി. ആ പോയ സമയമായുള്ളൂ അപ്പോഴും ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ബിന്ദു അതിൻ്റെ അടിയിലാവുകയും 2-2.5 മണിക്കൂറോളം അതിനകത്ത് കിടന്ന് പ്രാണൻ പോകുന്ന സമയം എന്തോ ഒരു വേദന അനുഭവിച്ച് അതിനകത്ത് ബിന്ദു മരണത്തിന് കീഴടങ്ങി. വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടു. നമ്മളെ വീണ ജോർജ് വന്നിട്ട് അപ്പം അതിനകത്ത് ആരുമില്ല, വേറെന്തൊക്കെയോ പറഞ്ഞും കൊണ്ടുപോയി. അതിനിടയിൽ ആ മകള് അറിയുന്നുണ്ട് അവിടെ ഇടിഞ്ഞു വീഴുന്ന രംഗങ്ങൾ, ആളുകളൊക്കെ ഓടുന്നുണ്ട്. മകള് കിടന്ന് വിളിക്കുന്നുണ്ട്. മോള് വിളിച്ച് പറയണേ, എൻ്റെ അച്ഛനെ ഫോണിൽ വിളിക്കുന്നു. അപ്പം അച്ഛൻ ഒരു സ്ഥലത്ത് ബ്ലഡ് ബാങ്കിൽ നിൽക്കുന്നു. എന്നിട്ട് അമ്മ ഇതുപോലെ ഉണ്ടച്ഛന്ന് പറയുന്നു. അമ്മയെ കാണാനില്ല. ഇതിനു വേണ്ടി ഒരു അന്വേഷണം ഇല്ലാതെ മണിക്കൂറുകളോളം കഴിഞ്ഞു. അതിനുശേഷം ഈ മോള് ബന്ധുക്കാരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ കാണാനില്ല, അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന്. എന്നിട്ട് അവിടെ നിന്ന് പോലീസിനെ അങ്ങനെയൊക്കെ അറിഞ്ഞ് അങ്ങനെയാണ് ഇവിടെ വന്ന് JCB കൊണ്ടുവന്നിട്ട് അന്വേഷണങ്ങൾ തുടങ്ങുന്നത്. അതിനിടയ്ക്ക് വീണ ജോർജ് വന്ന് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പോയി. ഈ ബിന്ദുവിൻ്റെ ഭർത്താവിനാണെങ്കിൽ ഒരു സുഖമില്ലാത്ത ഒരാളാണ്. വല്ലപ്പോഴും ഒക്കെ ജോലി കാണുള്ളൂ, മേശിരിപ്പണിയാണ്. അപ്പം ഈ ജോലി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ഈ ബിന്ദു ആയിരുന്നു ആ കുടുംബം കൊണ്ടുപോയത്. 2 മക്കളാണ്, സിവിൽ എഞ്ചിനീയറാണ് മോൻ. അപ്പം അതിന് ട്രെയിനിങ് നടന്ന് അതിൻ്റെ ഒരു ആദ്യങ്ങാണ്ടേ കിട്ടിയ ശമ്പളം കിട്ടിയെന്ന് പറയുന്നു. അതുപോലെ മകള് BSc നഴ്സിംഗ് ആണ്, ലാസ്റ്റ് വർഷവും കണ്ടേ ആയി. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടെന്നാണ് പറയണത്. ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് നിൽക്കുകയും 300 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. ഈ 300 രൂപ കൊണ്ടുവന്ന് അവർ ഓരോ കാര്യങ്ങൾ നോക്കുകയും, അതുപോലെ ഈ ഭർത്താവിന് വല്ലപ്പോഴും ഒക്കെ ജോലി കാണുള്ളൂ. ആ ഭർത്താവ് എന്തൊരു സ്നേഹമുള്ള മനുഷ്യനാണെന്നറിയാം. ആ മനുഷ്യൻ പറയുന്നു, എൻ്റെ ഭാര്യയാണ് മക്കളെ പഠിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങൾക്കും ഒത്തു നിൽക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ. അത് ഭയങ്കര ഒരു വിഷമം നിറഞ്ഞൊരു കാര്യമാണ്. ആ അമ്മ, ഈ ബിന്ദുവിൻ്റെ അമ്മ പ്രായം ചെന്നതാണ്. അവരെന്ന് കരച്ചിൽ ആരെക്കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റൂല, അത്രയ്ക്കാണ് ആരെങ്ങ. ഈ മോളെ സർജറിക്കായിട്ട് വന്നു. അതിനും പൈസ കടം വാങ്ങിയാണ് വന്നത്. പൈസകൾ കടം വാങ്ങിച്ച് 3 ലക്ഷം രൂപയോളം വേണം മോളെ സർജറിക്കായിട്ട്. 2 മക്കളെ പഠിപ്പിക്കാനായിട്ട് ലോൺ എടുത്തായിരുന്നു. അങ്ങനെ മൊത്തം ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുന്ന കേട്ടു 50 ലക്ഷത്തോളം കടമുണ്ട്. ഇനി ഈ കടങ്ങളൊക്കെ ആര് വീട്ടും? ഇതെല്ലാം സർക്കാർ തന്നെ ഏറ്റെടുക്കണം. കുട്ടികളെ വിദ്യാഭ്യാസവും കുട്ടികളെ മോന് സർക്കാർ ജോലി തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ അതൊരു പാവമാണ്. ഈ എടുപിടി എന്നുള്ള ചൂടിൽ മാത്രമേ ഇത് നടക്കൂ. ഇത് ഇപ്പം മോന് താൽക്കാലികമായിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ അത് താൽക്കാലികമായിട്ടല്ല, അത് സ്ഥിരമായിട്ടൊരു ഗവൺമെൻറ് ജോലി ആ മോന് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് എന്നാലും അവർക്ക് ആ നഷ്ടം ഒരിക്കലും മാറ്റാൻ പറ്റൂല. ആ നഷ്ടം നഷ്ടം തന്നെയാണ് അമ്മ നഷ്ടപ്പെട്ടത്. കുറച്ച് കാര്യങ്ങൾ ഒന്ന് കാണാം അതിനെക്കുറിച്ച് പറയണത്. ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്, അതിനകത്ത് പെട്ടുപോയായിരുന്നു. അപ്പം അതിൻ്റെ നടുവ് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എടുത്ത് തോളയിട്ടുകൊണ്ട് ഇറങ്ങി വന്നു. അതാ ചോര. അല്ല
കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ്. എത്രയോ പുതിയ നിർമ്മാണങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ദൃശ്യമായ വികസന പ്രവർത്തനങ്ങൾ സാധ്യമായ ഒരു മേഖലയാണ് ആരോഗ്യ മേഖല, കേരളത്തിന്റെ ആരോഗ്യ മേഖല. നമ്പർ 1 ആരോഗ്യ കേരളമാണ് ദാ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. പൊളിഞ്ഞു വീണത് PR വർക്കാണ്. നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇടിഞ്ഞു താഴുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ സാഹസ്യമായി പയ്യൻ രക്ഷപ്പെടുത്തി. അതിനെ രണ്ടുപേരെ കാണാൻ ചാൻസ് ഉള്ളൂ. ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനകത്ത് രണ്ടുപേരെ ഉള്ളെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ രണ്ടുപേരെ കിട്ടി. 3 പേരുണ്ടായിരുന്നു. പോയായിരുന്നു. അപ്പം അതിൻ്റെ നടുവ് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എടുത്ത് തോളയിട്ടുകൊണ്ട് ഇറങ്ങി വന്നു. അതാ ചോര, അല്ലാതൊന്നുമില്ല. ഒരു ലേഡി ഉണ്ടായിരുന്നു, 45 ഇയേഴ്സ്, ചെറിയൊരു ലാസറേഷൻ സൈഡ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, അതിൽ പിടിച്ച് 2 പേരായിട്ട് കൊണ്ടുപോയി. കുഴപ്പമില്ലാത്ത ഇഞ്ചുറീസ്. ഈ കെട്ടിടം പ്രവർത്തിക്കുന്ന കെട്ടിടമാണോ? അല്ല, ഇത് റൂഡിമെന്ററി യൂസ് ചെയ്യുന്നില്ല. ഈ കെട്ടിടം യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയണത്. എങ്കിൽ പിന്നെ എങ്ങനെയാ? ഈ ബിന്ദുവിന്റെ ഭർത്താവ് പറയുന്നുണ്ടല്ലോ, അവിടെയാണ് ആ ടോയ്ലറ്റിലാണ് രാവിലെ പോയതെന്നും അവിടെയാണ് കുളി റൂമിൽ കുളിച്ചെന്നും ആ വാർഡിലോട്ടാണ് കിടത്തിയത് എന്നൊക്കെ. ഈ പഴയ കെട്ടിടമായിരുന്നു. ഈ പഴയ കെട്ടിടത്തിൽ അങ്ങനെയുള്ള ഒരു കെട്ടിടത്തിലോട്ട് ആളുകളെ കിടത്തുകയോ അങ്ങോട്ട് കയറ്റി വിടുകയോ ചെയ്യരുത്. ഇതില്ല, ഇവരൊക്കെ പറയണ കേട്ടാൽ തോന്നും ഇവർ ഇടിച്ചു കയറി ചെന്ന് തുറന്നാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് തോന്നണത്. ഇത് കണ്ടോ? അങ്ങോട്ട് ക്യാമറ ഒന്ന് അങ്ങോട്ട് വെക്കാവോ? ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ ഒരു മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അല്ല, ഈ മതിൽ കണ്ടില്ലേ? ഇതെല്ലാം ഇതിൻ്റെ ചുവര് കണ്ടില്ലേ? ഇത് കണ്ടോ? ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് വീഴാം. ഭിത്തിയെല്ലാം ഇപ്പോൾ ബെൻഡായിട്ട് നിൽക്കുവാണ്. ഇതിനകത്ത് ഒത്തിരി നേരം നമ്മളെ സമയം വെയിറ്റ് ചെയ്യുന്നത് ഇതായിരിക്കും. എന്തായാലും നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ അപകടമാണ്. കാരണം ആ തരത്തിലാണ് ആ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ ഇടിഞ്ഞു നിൽക്കുന്നത്. ആ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗമൊക്കെ ഇടിഞ്ഞ് തകരാറായില്ല. വെള്ളം നനഞ്ഞ് പായലും പിടിച്ച് ആ ചുവരുകള് പൊട്ടിപ്പൊളർന്ന രീതിക്ക് ഇരിക്കുകയാണ്. അല്ലല്ല, ഞങ്ങൾ ഇതിന് മെയിൻ്റെനൻസിൻ്റെ ഒക്കെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ നേരത്തെ ഇത് അവിടെ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് തന്നെ ആയിരുന്നത്. അപ്പോൾ അന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സാരമില്ലെന്നും പറഞ്ഞ് വിടുക. അല്ലെന്ന് ഇതിന് നേരത്തെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോൾ കാണിക്കുമ്പം അതൊക്കെ കുറേ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഓട്ടയടച്ചങ്ങ് പോവുകയുള്ളായിരുന്നു. ഇപ്പോഴും ആളുകളുണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു. ഉപയോഗിച്ചിരുന്നല്ലോ, ഇത് അടച്ചിട്ടിരുന്നതാണ്. ഇത് അപ്പുറത്ത് വാർഡപ്പുറത്താണ്. ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ട് അവർ ഡംപ് ചെയ്തിരുന്നത്. അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം വീണ ജോർജ് വന്നിട്ട് പറയുന്നു ഈ ഭാഗം നമ്മൾ അടച്ചിട്ടിരുന്നതാണ്. പിന്നെന്തോന്ന് മണിച്ചിത്രത്താഴിലെ പൂട്ട് കൊണ്ടുവന്ന് ഈ ബിന്ദു തുറന്നകത്ത് കയറിയ കൊള്ളാം. നല്ല ന്യായം. പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോഴും അടച്ചിട്ടത് കൊണ്ട് മറ്റു പ്രയാസങ്ങൾ ഉണ്ടായില്ല. ആ ഒരു കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത്. ആ ഒരു കുടുംബത്തിലെ അത്താണിയായിരുന്ന ഒരു സ്ത്രീയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ന്യായീകരിക്കുന്ന ഈ സമയത്ത് ആ കെട്ടിടത്തിന്റെ അടിയിൽ ഒരു മനുഷ്യജീവൻ ഉണ്ടായിരുന്നു. രക്ഷിക്കാമായിരുന്ന ഒരു മനുഷ്യജീവൻ. അന്ന് നിന്ന് ന്യായീകരിച്ച നേരത്തിന് ആ JCB കൊണ്ടുവന്ന് അത് മാന്തി നോക്കിയിരുന്നെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു മനുഷ്യ ജീവൻ കിട്ടിയിരുന്നു. അത് ആരുടേത്? ബിന്ദുവിൻ്റേത്. ആദ്യമേ ആയിരിക്കണമായിരുന്നു. ഇങ്ങനെ ചെയ്ത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യാനായിട്ടിരുന്നതാണ് എന്നൊക്കെ എന്ന് പറഞ്ഞ നേരത്തിന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിരുന്നിരുന്നെങ്കിൽ ആ ഒരു കുടുംബത്തിന്, ആ മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു.
അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ അസുഖമൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഈ എല്ലാം സ്റ്റെപ്പും കയറണം, ഞാനിതെല്ലാം കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. അന്നേരം അവൾ പറഞ്ഞു കൊച്ചിന് ഫുഡ് കൊടുത്തില്ല, ഫുഡ് കൊടുക്കാൻ ഞാൻ പോയിട്ട് മരുന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനെ പോയതാണ്. അതിന് കഴിഞ്ഞ് ഞാൻ ഈ ലാബിലെല്ലാം കറങ്ങി വന്നപ്പോഴേ കൊച്ചു വിളിച്ചു പറയുന്നത് ഇത് ഇടിഞ്ഞ് ഉടനെ ഓടി വരാൻ പറഞ്ഞു. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വരുന്നത്. നിങ്ങൾ പോയ ആ വാർഡിന്റെ പരിസരത്താണ് ലാബിലോട്ട് പോയത്? അതുവഴിയാണല്ലോ ആ വാർഡിലോട്ട്. ഇത് താഴെ ലാബല്ല. അങ്ങോട്ട് പോകാൻ സാധ്യത വളരെ കുറവുണ്ട്. വേറെ ബിൽഡിംഗ് ആണ് ആ പ്രദേശത്തോട്ട് പോകാൻ സാധ്യത. ഈ കൊച്ചു പറയുന്നത് അമ്മ ബാത്റൂമിലോട്ട് വാഷ് ചെയ്യാൻ പോയെന്നാ പറഞ്ഞു. അത് ഇവിടെ തന്നെ ബാത്റൂമില്ല, ഇവിടെ അല്ല, വാർഡിനകത്തുള്ള ഇടിഞ്ഞത് ഞാൻ 10 അങ്ങോട്ട് പോയെന്നാ പറയുന്നത്. നിങ്ങൾ ആ ഫോണിൽ വിളിച്ചായിരുന്നു? ഞാൻ വിളിച്ചപ്പം ഫോൺ എടുക്കുന്നില്ല. ബെല്ലുണ്ട്. കോടി രൂപ ഇൻഷുറൻസ് നൽകിയിരുന്ന UDFന്റെ 2015-16 കാലയളവിൽ നിന്ന് 1600 കോടി രൂപ ഒരു വർഷം ഇൻഷുറൻസിന് വേണ്ടി ചെലവഴിക്കുന്ന നിലയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം മാറിയെങ്കിൽ അത് ജനങ്ങൾക്കാണ് അനുഭവവേദ്യമാകുന്നത്. കെട്ടിടം വീണപ്പോൾ വന്നു പറയുകയാണ്, കെട്ടിടം വീണപ്പോൾ വന്നിന്ന് പറയണ അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അത് പഴയ കെട്ടിടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീണ ജോർജ് വന്ന് പറഞ്ഞായിരുന്നു. അത് ടോയ്ലറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. മണിച്ചിത്ര താഴുകൊണ്ടാണ് പൂട്ടിയിട്ട്. ആ താക്കോലാണ് ബിന്ദു. അങ്ങനെ അത് തുറക്കാൻ പെട്ട പാട് നിന്നിട്ടാണ് ഇടിച്ച് അതിനകത്ത്. അന്നും അതിനകത്ത് പോയതാണ്, ഒരുപാട് പേര് ആ ടോയ്ലറ്റിൽ പോയതാണ്. ആ വാർഡിനോട് ചേർന്നാണ് കിടന്നത്. ഏതാണ് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന് ആ പാവം സ്ത്രീ ബിന്ദുവിന്റെ തെറ്റെന്താണ്? മകളുടെ ചികിത്സയ്ക്കായി നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വിശ്വസിച്ചതോ? മിനിറ്റിന് നമ്പർ 1 എന്ന് പറഞ്ഞ് തളരാത്തവർ എന്ത് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഈ കുടുംബത്തെ? ഇങ്ങനെ അത് പറയുന്നത് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ ദൂരെ നിന്ന് വന്നതാണ്. ഞങ്ങൾ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വന്നതാണ്. ഇപ്പോൾ മോൾക്ക് സുഖമില്ലാതെ ഇവിടെ കിടക്കുമായിരുന്നു. മോളെ ന്യൂറോ സർജറി അടുത്ത 3 വീക്സ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 ആഴ്ച മുമ്പ് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ. അപ്പം തന്നെ പറഞ്ഞായിരുന്നു അവർ ഇതുപോലെ ബാത്റൂമിൽ പോയപ്പോൾ തന്നെ ഇങ്ങനെ വിളിച്ചു വന്നു. അപകടം നടന്നപ്പോൾ മോള് വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെ പോലെ അപകടം നടന്നു, ഇതുപോലെ ഹോസ്പിറ്റലിലാണ്, അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഇവിടെ മാക്സിമം വിളിച്ച് തിരക്കി. 2 മണിക്കൂറിന് ശേഷമാണ് ആളെ കണ്ടെത്തിയത്. അതെ, അതിൻ്റെ എന്തൊക്കെയോ നമ്മളിവിടെ ഇല്ലായിരുന്നത്. ഞാനിതുവരെ സ്ഥലമൊന്നും കണ്ടിട്ടൊന്നുമില്ല. എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഞാൻ മോളുടെ അടുത്തോട്ടൊന്ന് പോകും. അവളും ഒരു മകനും ഉള്ളത്. മകൻ എറണാകുളത്താണ് ജോലി. ഈ മകനെ ഇത് അറിഞ്ഞും കൊണ്ട് മോനെ പിടിച്ചോണ്ട് വരണം. അതിൻ്റെയൊക്കെ നിലവിളി വേണം. തിരുവനന്തപുരത്ത് ചിറയൻകീഴിൽ നിന്നുള്ള ഒരു അച്ഛൻ, അദ്ദേഹത്തിന്റെ മകൻ അവിടെ ആക്സിഡന്റ് ആയി കിടക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ 40 ലക്ഷം രൂപയായി, പിന്നെ 1 രൂപ പോലും കയ്യിലില്ല എടുക്കാൻ. മകൾ സൗദിയിൽ ജോലി ചെയ്യുകയാണ്. ഇവിടേക്ക് വിളിച്ചു, ഇവിടെ എങ്ങനെയെങ്കിലും ഒരു വെന്റിലേറ്റർ വേണം എന്നുള്ളത്. എന്നിട്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. ഈ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെ സാധനം ഒന്നുമില്ല. ഞങ്ങൾ നിവൃത്തിയില്ലാത്ത ഞങ്ങൾ പുറത്തു നിന്നാണ് വലിയ വില കൊടുത്ത് ഈ സാധനം വാങ്ങിച്ച് എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ ഞാൻ നടത്തിയത് പോലും. ഒച്ചയോ കേട്ടോണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഓടി മാറിയത്. ഇവിടെ എടുത്തോണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് ഞാൻ മകനെ വിളിച്ച് പറഞ്ഞു, എളുപ്പം കയറി വാടാ മോനെ, നമുക്ക് ഓടിപ്പോകാമെന്ന്. അങ്ങനെ ഓടി വന്ന് ഞങ്ങൾ രക്ഷപ്പെടുകയായിരുന്നു. അവിടെ കിടക്കുന്ന ജനങ്ങൾ, അവിടെ കിടക്കുന്ന രോഗികളെയും കൊണ്ടിട്ടോണ്ട് കിടക്കുന്നവർ, കൂട്ടി നിൽക്കുന്നവർ, അവർ വരെ പറയണം അവിടെയാണെങ്കിൽ ഒരു സജ്ജീകരണങ്ങളും ഇല്ല എന്നുള്ളത്. അങ്ങനെ ബിന്ദുവിൻ്റെ മരണം
ഇങ്ങനെ അങ്ങ് അതിൽ തീർന്നു. മകളെയും കൊണ്ട് ചികിത്സയ്ക്ക് വന്നു. ബിന്ദു അവസാനം ചേതനയേറ്റ ശരീരവുമായി ബിന്ദു പോവുകയും മകൾക്ക് സർജറി ചെയ്യാനും കഴിഞ്ഞില്ല. ഇനി മകളെ സർജറി എല്ലാം സർക്കാർ തന്നെ ഏറ്റെടുക്കണം. BSc നഴ്സിംഗാണ് പഠിക്കണത്, പഠനം പൂർത്തിയായില്ല, അപ്പോഴേ അതിന് തുടർന്ന് പഠനമുണ്ട്. അതുപോലെ മകന് സർക്കാർ ജോലി തന്നെ താൽക്കാലികമായിട്ടല്ല, ഇപ്പം ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് നിന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ തന്നെ ആ കുട്ടിക്ക് തുടർന്നുള്ള ജോലി, സ്ഥിരമായിട്ടൊരു സർക്കാർ ജോലി തന്നെ കൊടുക്കണം. പിന്നെ അതുപോലെ ഒരുപാട് കടങ്ങളുണ്ട്. ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുന്ന 50 ലക്ഷത്തിൻ്റെ കടം ഉണ്ടെന്ന്. അങ്ങനെ ആ കടങ്ങൾ ആരൊക്കെയോ പ്രമാണങ്ങൾ മേടിച്ചു വെച്ച് ലോൺ എടുത്തിരിക്കുന്നതാണ്. 50 ലക്ഷത്തിൻ്റെ കടം ഉണ്ടെന്ന്. എല്ലാം സർക്കാർ ഏറ്റെടുക്കണം. ആ അമ്മയുടെ കണ്ണുനീരൊക്കെ ഇനി എന്ത് ചെയ്യാനാണ്? ഇനി എന്തായാലും നഷ്ടപ്പെട്ട മകളെ തിരിച്ചു കിട്ടൂല. അതുപോലെ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച വീടാണ്, അതിൻ്റെ പണി പോലും പൂർത്തിയായില്ല. പിന്നെ ഒരു വഴി പോലുമില്ല, ഒരു ചെറിയ ഒരു ഇടവഴി മാത്രമുണ്ട്. ഒരു ചതുപ്പ് ചാലിലാണ് ഈ വീടിരിക്കുന്നത്, വെള്ളക്കെട്ടിലാണ് ഈ വീടിരിക്കുന്നത്. അത്രയും അവർ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഈ ബിന്ദുവായിരുന്നു ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന. ബിന്ദുവിനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു. ഇനി ആ മക്കൾക്ക് അമ്മ ഇല്ലാണ്ടായി. എല്ലാമായിരുന്നു അമ്മ. എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. മോള് സർജറിക്ക് പോകുമ്പോൾ ആ അമ്മ, കൂടെ നിന്ന അമ്മ ഇല്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം, അത് എന്നും തീരാ നഷ്ടം തന്നെയാണ്. അതുപോലെ മകനെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ആ അമ്മയായിരുന്നു ആ വീട്ടിൻ്റെ ഏക ആശ്രയം എല്ലാം നഷ്ടപ്പെട്ടു. എന്നേക്കുമായി ബിന്ദു വിട പറഞ്ഞു. മോളെ ഹോസ്പിറ്റൽ കേസ് 3 ലക്ഷത്തോളം ആവുമെന്ന് പറയുന്നു. അത് ഹോസ്പിറ്റലുകാർ സർജറി ചെയ്യാനായിട്ടുള്ള തുക അതങ്ങനെ ആവുമെന്ന് പറയുന്നു. ഇനി അത് എല്ലാം പറഞ്ഞാൽ മാത്രം പോരാ, അത് എല്ലാം പ്രവർത്തിക്കണം. അതുപോലെ അവരെ കടങ്ങളെല്ലാം തീർത്തു കൊടുക്കണം. അതുപോലെ അവരെ വീട് ഒരു ചതുപ്പ് ചാലിനകത്ത് ആ കുട്ടിയൊക്കെ ഒന്ന് പോവാനാ, ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെയും ഒരു വണ്ടി വിളിച്ച് അങ്ങനെ പോവാം. വണ്ടി പോലും വീടിൻ്റെ മുറ്റത്ത് വരില്ല, അവർ നടന്നിറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെയാണ് പോകാനുള്ളത്. അങ്ങനെയൊക്കെ ഒരു സൗകര്യം ആക്കി കൊടുക്കണമെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അയാൾക്ക് സുഖമില്ലാത്ത ആളാണ്. മകനെങ്കിലും ഒരു ജോലിയും അതുപോലെ കടങ്ങളൊക്കെ തീർത്ത് ആ വീടും ഒന്ന് ശരിയാക്കി കൊടുത്ത്, ഒത്തിരി വഴി സൗകര്യമുള്ളിടത്തോട്ട് ആ വീടും ഒക്കെ ആക്കി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒക്കെ ഒരു സമാധാനം ആയനായിരുന്നു.